നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു. ബംഗ്ലാദേശ് സർക്കാരിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെയാണ് രാജി. നേരത്തെ 45 മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയിരുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ അവരുടെ രാഷ്ട്രീയ എതിരാളിയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദ് സിയയെ മോചിപ്പിക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ഉത്തരവിട്ടു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദ് സിയയെ മോചിപ്പിക്കാൻ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഐക്യകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് നോബൽ സമ്മാന ജേതാവ് ഡോക്ടർ മുഹമ്മദ് യൂനിസ് നേതൃത്വം നൽകണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥി നേതാക്കൾ മാർച്ച് ടു ധാക്ക പ്രക്ഷോഭത്തിന് ശേഷം നൽകിയ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ് ഈ ആവശ്യം മുന്നോട്ടുവെച്ചത്. UK-യിൽ കുടിയേറ്റ വിരുദ്ധ കലാപം രൂക്ഷമായി. ബ്രിട്ടനിൽ മസ്ജിദ് മാത്രമല്ല, അഭയാർത്ഥി കേന്ദ്രവും തകർത്തു. ഇനി കുടിയേറ്റം വേണ്ടെന്ന് തദ്ദേശീയർ. ആഭ്യന്തര കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതിനെ തുടർന്നുള്ള ബംഗ്ലാദേശിലെ സാഹചര്യം സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് UK ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുള്ളതായും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനം ആവശ്യമാണെന്നും UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ മേഘാലയയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. മേഘാലയ ബംഗ്ലാദേശ് അതിർത്തിയിൽ രാത്രി കർഫ്യൂവും ഏർപ്പെടുത്തിയതായി മേഘാലയ ഉപമുഖ്യമന്ത്രി പ്രസ്റ്റോൺ ടിൻസോങ് അറിയിച്ചു. അതിർത്തി സുരക്ഷാ സേനയും പോലീസും നടത്തിയ അടിയന്തര യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. ബംഗ്ലാദേശിലെ സംഭവങ്ങളിൽ മൗനം തുടർന്ന് ഇന്ത്യ. വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രതികരണം ഇതുവരെ നൽകിയിട്ടില്ല. ഷെയ്ഖ് ഹസീനയുടെ തുടർയാത്ര എങ്ങോട്ടെന്ന് വ്യക്തമാക്കാതെയുള്ള നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത്. ചൂരൽമലയെയും മുണ്ടക്കയെയും പിടിച്ചുകുലുക്കിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്ന് 8 ദിവസം. കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തത്തിൽ ഓരോ ദിവസവും ഉയരുന്ന മരണസംഖ്യയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാടാകെ. കേരളത്തിൽ സ്വാധീനം കൂട്ടാൻ പുതിയ നീക്കങ്ങളുമായി BJP. CPM ശക്തി കേന്ദ്രങ്ങളിലെത്തി അസംതൃപ്തരെ നേരിൽ കണ്ട തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് BJP ശ്രമം നടത്തുന്നത്. തങ്കത്തിളക്കമുള്ള ആ ജാവലിനുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങുന്നു. പാരീസിലും ഇന്ത്യയെ പൊന്നണിയിക്കാൻ ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോ യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ ഇന്ന് നടക്കുമ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുന്നത് നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യനും ലോക ചാമ്പ്യനും ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനുമായ നീരജിലേക്കാണ്. തുടയിലെ പേശികൾക്കേറ്റ പരിക്കുമൂലം സീസണിലെ പല മത്സരങ്ങളും നഷ്ടമായെങ്കിലും ആവശ്യത്തിന് വിശ്രമമെടുത്ത് പൂർണ്ണ സജ്ജനായിട്ടാണ് 26-കാരൻ നീരജ് ഇന്ന് ഇറങ്ങുന്നത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.